നിങ്ങളുടെ മുടി ഇങ്ങനെ ചുരുണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു കെരാറ്റിൻ പാക്ക് ആണ് ഇത്. ഇപ്പോൾ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഒറ്റ യൂസിൽ ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാനും ഈ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 7 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുടിയിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്രയും ദിവസം ലൈറ്റ് ആയിട്ടുള്ള പാക്കുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു കെരാറ്റിൻ പാക്കാണ് കേട്ടോ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും കെരാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ പറയുന്നതാണ്, നമുക്ക് എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഒറ്റ യൂസിൽ നമ്മുടെ മുടി ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് കെരാറ്റിൻ പാക്കുകൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടം ഇതുപോലെയാണ്, ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ് എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ആ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കെരാറ്റിൻ പാക്ക് ആകുമ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ തേച്ചിട്ട് മാത്രമേ നമ്മൾ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ എണ്ണ വരുന്നില്ല കേട്ടോ, എണ്ണ തണുത്ത് ഉറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ അളവിൽ കേട്ടോ, ഒരുപാട് കൂടിയ അളവിൽ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റില്ല. ഇത് കണ്ടോ, ഞാൻ കുറഞ്ഞ അളവിലാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുടിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുടീൻ്റെ മേലെ കൂടെ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം പാക്ക് ചെയ്തിട്ട് മുടി കുറച്ച് ഓയിലി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇതിലാണ്, ഉള്ളില്ലാത്ത പോലെയാണ് മുടി ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാന്ന് പറയുമ്പോൾ മുടി ഒട്ടും ഉള്ളില്ലാത്ത പോലെ തോന്നൂലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെയുള്ള കെരാറ്റിൻ പാക്കുകൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ചിലവർക്ക് പാർലറിൽ പോയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ പാക്കുകൾ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. അതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ച് കൊടുക്കാം. മുടിയുടെ ടെക്സ്ചർ മാറ്റം മാത്രമല്ല കേട്ടോ, നമുക്കിത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ചെയ്യാം. അപ്പം ഞാനിതാ ഓയിൽ തേച്ച് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. നമ്മുടെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. കെരാറ്റിൻ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഉഴുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉഴുന്ന് ഞാനിത് തലേ ദിവസം കഴുകിയിട്ട് കുതിർക്കാൻ ഇട്ടതാണ്. ഈ ഒരു സ്പൂണ് 2 സ്പൂൺ അളവിൽ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ അളവിൽ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ബൗളിൽ നിറച്ചും ചോറാണ് കേട്ടോ. ചോറ് നമുക്ക് മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആവാനും പിന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനും ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ പാക്ക് ഒന്ന് തിക്കായി കിട്ടാനും നമുക്ക് ചോറുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ലിക്വിഡ് ഫോമിലാണ് പാക്ക് കിട്ടുക. അപ്പോൾ ചോറ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ചോറ് ഏതരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഞാനിതാ ചെറിയൊരു ബൗൾ നിറച്ചും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 സ്പൂൺ അളവിലിട്ടോ. തേങ്ങ പാലായിട്ട് ചേർക്കണേ അങ്ങനെ ചേർക്കാം, തേങ്ങയായിട്ട് ചേർക്കണേ അങ്ങനെ ചേർക്കാം. കെരാറ്റിൻ പാക്ക് ആകുമ്പോൾ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇതിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. തേങ്ങ ഇനി മുടിക്ക് എന്തെങ്കിലും തേങ്ങാപ്പാൽ നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും ചേരായി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ തൈര് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളമില്ലേ, അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് ചോറ് നിങ്ങൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചലഞ്ചിൽ ഏത് പാക്ക് ആയാലും നിങ്ങളത് അരിച്ചെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അജി, അതുകൊണ്ട് അരിക്കാതെ ഉപയോഗിച്ചോട്ടെ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുടിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചോറ് ചേർത്താൽ മതി. പിന്നെ തിക്കാകുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി അരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അരിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. നമ്മൾ എന്തായാലും കെരാറ്റിൻ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പ്രോട്ടീൻ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് കിട്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക്
മുട്ട ചേർത്താൽ മതി. മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നില്ല, മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിട്ടുള്ള പാക്കാണ്, നല്ല റിസൾട്ട് ഉള്ള പാക്കാണ്. അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം കേട്ടോ. കെട്ടോട് കൂടിയുള്ള മുടിയിലേക്ക് നമ്മൾ കെരാറ്റിൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഒരു വിധത്തിൽ മുടി സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ചീകി കെട്ട് കളയുക കേട്ടോ. പിന്നെ ഓയിൽ തേക്കാൻ മറക്കരുത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഓയിൽ തേച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ അത് വിട്ടു പോകരുത്. ഓയിൽ തേക്കാതെ പാക്ക് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പിന്നെ ഡ്രൈനെസ് കൂടും കേട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിൽ നിങ്ങൾ ഓയിൽ തേക്കണം. മുടി നന്നായിട്ട് ചീകി കെട്ട് കളയണം. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ പാക്ക് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുടിയിലേക്ക് തേച്ച് കൊടുക്കേണ്ടത്. മുടിയിലും തേക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. കാരണം കെരാറ്റിൻ പാക്ക് ആകുമ്പോൾ മുടിയുടെ ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ തേക്കുക. അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ എല്ലാ പാക്കും തേക്കുന്ന പോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേക്കുക കേട്ടോ. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിൽ തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു കെരാറ്റിൻ പാക്ക് മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോയുടെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. മോളെ എനിക്ക് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് നല്ല ഞാൻ മുടിയിൽ ക്ലിപ്പ് ഇട്ടിട്ട് സന്തോഷത്തോടെ ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് ഉള്ളുള്ളതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു മുടി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കിങ്ങനെ മുടിക്ക് ഉള്ളില്ലെങ്കിൽ നമുക്ക് മുടി കെട്ടിയിട്ട് പുറത്തു പോകാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒട്ടി ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ മുടി ഇങ്ങനെ കെട്ടിയിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ തലേ ദിവസം ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിറ്റേ ദിവസത്തേക്ക് നിങ്ങളുടെ മുടി എന്തായാലും ഭംഗിയായിട്ടുണ്ടാവും. ഇത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല. നമ്മൾ ഒരുപാട് തവണ ഈ പാക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ചിട്ടുണ്ട്. എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. കെട്ടി വെക്കാതെ ഇരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുക കേട്ടോ. എന്തായാലും ഡ്രസ്സിലൊക്കെ ആവും. ഞാൻ കെരാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ പറയുന്നതാണ് പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ പാക്ക് തേച്ച് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കഴുകുന്ന കാണിക്കുന്നില്ല. എനിക്ക് കഴുകുന്ന കാണിക്കുകയാണെങ്കിൽ കഴുകി ഉണങ്ങിയിട്ടുള്ള റിസൾട്ടൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ചലഞ്ച് ആയതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് കാത്തിക്കാനുള്ള സമയമില്ല. ഇന്ന് തന്നെ വീഡിയോ വരേണ്ടതാണല്ലോ. അപ്പോൾ കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കാണ് നമ്മുടെ മുടിയിൽ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കൂടും. അപ്പോൾ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും പോകുന്നവരെ നല്ല കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ ദിവസം നിങ്ങൾക്ക് മുടി ഭംഗിയായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പാക്ക് മുമ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് കമൻറ്റിലൂടെ പറയണം. എന്നാലല്ലേ അത് മറ്റുള്ളവർക്ക് കൂടി അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്താൽ മതി. മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈനെസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സിറം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയിട്ട്. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും മുടി ഒരേ ടെക്സ്ചർ ആവണം എന്നില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ നിങ്ങൾ ഓയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് അത് പറ്റിയില്ല, മുടിക്ക് ഒരുപാട് ഡ്രൈനെസ് ആയാൽ കുറച്ച് ഓയിൽ തേച്ചാൽ മതി. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 7ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു കെരാറ്റിൻ പാക്കാണ് ചെയ്യുന്നത്. പിന്നെ 8ാമത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. പിന്നെ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. വെറുതെ വെള്ളത്തിൽ മുടി കഴുകേണ്ടവർക്ക് കഴുകാം, മുടി കഴുകേണ്ടാത്തവർക്ക് കഴുകണ്ട. പിന്നെ നമ്മുടെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.